നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് മെയ് 21 ചൊവ്വാഴ്ച. മലയാള മാസം ഇടവം 7. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഒരു വാർത്താ ദിനം ആരംഭിക്കുകയാണ്. നിരവധി വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇന്ന് മഴ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്ന ചില ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ നോക്കാം. 100 ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരി മരിച്ചു. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷന്മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രപ്പൊലീത്തയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ 11 മണിയോടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. കബറടക്കം 1 മണിയോടെ. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാരം ഇന്ന്. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി വിവിധ നഗരങ്ങളിൽ അനുശോചന റാലികൾ നടക്കും. ഇറാനിൽ 5 ദിവസത്തെ ദുഃഖാചരണം. ഇറാന്റെ ദേശീയ ടെലിവിഷൻ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കില്ല. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ റെഡ് അലേർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ശക്തമായ വേനൽ മഴയിൽ തലസ്ഥാന നഗരം വെള്ളത്തിനടിയിൽ. പ്രധാന കേന്ദ്രങ്ങൾ വെള്ളത്തിലായതോടെ കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനം. അശാസ്ത്രീയ റോഡ് നിർമ്മാണവും ഓട നവീകരണവുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം. പ്രതികരിക്കാതെ മേയർ. തമിഴ്നാട്ടിൽ മഴ കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 4 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലേർട്ട് പിൻവലിച്ചു. തേനി, തെങ്കാശി, വിരുദുനഗർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മുന്നണികൾ. ഡൽഹി അടക്കം 7 സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ പ്രചാരണത്തിനെത്തും. വൈകിട്ട് 5:30 നാരീശക്തി സംവാദ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തിരുവനന്തപുരം മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി മുന്നിലാണ് മൊഴി രേഖപ്പെടുത്തുക. ഡ്രൈവർ യദു ലൈംഗിക ചുവയോടെ ആംഗ്യം കാണിച്ചെന്ന മേയറുടെ പരാതിയിലെടുത്ത കേസിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ കേസിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് DMOയോട് ആവശ്യപ്പെട്ടേക്കും. ആരോപണ വിധേയനായ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴി രേഖപ്പെടുത്തി. തെറ്റ് ചെയ്തിട്ടില്ലെന്നും കുട്ടിയുടെ ഭാവിയെ കരുതിയാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തിയതെന്നും ഡോക്ടറുടെ മൊഴി. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷീന ഇന്ന് വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകും. കത്രിക നീക്കം ചെയ്ത സ്ഥലത്ത് വീണ്ടും കൊഴുപ്പ് അടിഞ്ഞുകൂടി പഴുത്ത് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ശസ്ത്രക്രിയ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടത്തെണ്ണയിലെ തൂണിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വൈദ്യുതി മന്ത്രിക്ക് കൈമാറിയേക്കും. തുടർ നടപടികൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കോവൂർ KSEBU സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുക. കാസർഗോഡ് അമ്പലത്തറയിൽ CPIM പ്രാദേശിക നേതാക്കൾക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പ്രതിക്കായി തെരച്ചിൽ ഊർജിതം. CPIM പ്രവർത്തകൻ ലാലൂർ സ്വദേശി രതീഷാണ് കേസിലെ പ്രതി. ഗൃഹസന്ദർശനത്തിന് എത്തിയ CPIM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. പെരിയാറിൽ വ്യാപകമായി മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. ആലുവ എടയാറിൽ വ്യവസായ മേഖലയ്ക്ക് സമീപത്താണ് സംഭവം. ഫാക്ടറിയിലെ രാസമാലിന്യങ്ങൾ പുഴയിൽ കലർന്നുവെന്ന് സംശയം. മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ഇന്ന് 64ാം പിറന്നാൾ. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും മോഹൻലാൽ എന്ന നടന വിസ്മയം തിരശ്ശീലയിൽ ആടിത്തീർത്തത് നിരവധി കഥാപാത്രങ്ങൾ. പ്രിയ നടന് 24ന്റെ ജന്മദിനാശംസകൾ. ഇനി കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ. വടകരയിൽ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവർക്കും പ്രചരിപ്പിച്ചവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി യൂത്ത് ലീഗ്. പോലീസിന് നൽകിയ പരാതിയിൽ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. വടകരയിൽ ശാശ്വത സമാധാനത്തിനായി നടപടി വേണമെന്നും ആവശ്യം. കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായി ആയുഷ് ഗോയൽ ചുമതലയേറ്റു. 2023 ബാച്ചിലുള്ള ആയുഷ് ഗോയൽ ഡൽഹി സ്വദേശിയാണ്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പുതിയ അസിസ്റ്റന്റ് കളക്ടറെ ചേംബറിൽ സ്വീകരിച്ചു.
വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൈനികൻ മരിച്ചത് ആനന്ദ് MG നായർ. കരസേനയിലെ സിഗ്നൽ വിഭാഗത്തിൽ ഹവിൽദാറാണ്. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അപകടം. ജല അതോറിറ്റിയുടെ ഹ്രസ്വചിത്രം പ്രദർശനസജ്ജമാകുന്നു. വീട്ടുമുറ്റത്ത് എത്തുന്ന കുടിവെള്ളത്തിന് പിന്നിലെ ചെലവും അധ്വാനവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടാണ് ഹ്രസ്വചിത്രം. പ്രഹ്ലാദ് മുരളി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ വേദ സുനിൽ, വിസ്മയ വിശ്വനാഥ് എന്നിവരും വേഷമിടുന്നു. കോഴിക്കോട് അത്തോളി പഞ്ചായത്തിലെ നിലാവ് പദ്ധതിക്കാവശ്യമായ LED ലൈറ്റുകൾ അനുവദിക്കാത്ത KSEB നിലപാടിൽ പ്രതിഷേധം. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ ഉദ്ഘാടനം ചെയ്തു. CK റിജേഷ് അധ്യക്ഷനായി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനത്തിനുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം എളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ 3-ന്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയായ വിശ്വാസപൂർവ്വം പ്രീ പബ്ലിക്കേഷൻ ബുക്കിംഗ് ക്യാമ്പയിന്റെ ജില്ലാ തല ഉദ്ഘാടനം നടന്നു. കൽപ്പറ്റ നാരായണൻ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണിയിൽ നിന്നും ബുക്കിംഗ് കൂപ്പൺ ഏറ്റുവാങ്ങി. ചടങ്ങിൽ SYS ജില്ലാ പ്രസിഡന്റ് ബഷീർ സഅദി നെടുങ്കരണ, ഉമർ സഖാഫി ചതലയം തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി കമ്പികൾക്കിടയിൽ കാൽ കുരുങ്ങിയ പ്രാവിന് രക്ഷകരായി പെരുമ്പാവൂർ അഗ്നിരക്ഷാസേന. പെരുമ്പാവൂർ സസ്യ മാർക്കറ്റ് പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. പ്രാവിന്റെ കാലിൽ കുരുങ്ങിയ നൂല് പറക്കുന്നതിനിടയിൽ വൈദ്യുതി കമ്പികളിൽ കുടുങ്ങുകയായിരുന്നു. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള മേൽപ്പാലത്തിന്റെ ഗർഡർ സ്ഥാപിക്കലിന്റെ 1ാം ഘട്ടം പൂർത്തിയായി. ഒരാഴ്ച കൊണ്ട് മേൽപ്പാല നിർമ്മാണത്തിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ. വിതുര താലൂക്ക് ആശുപത്രി കോട്ടിയത്ര റോഡ് തകർന്നു. കാൽനട യാത്ര പോലും അസാധ്യമായ സ്ഥിതിയിൽ. മഴ പതിവായതോടെ കടുത്ത ദുരിതമെന്ന് നാട്ടുകാർ. കൊല്ലത്ത് നവീകരണത്തിന്റെ പേരിൽ പൊളിച്ചിട്ട ലിങ്ക് റോഡിലെ കുഴികൾ അപകടക്കെണിയാവുന്നു. മഴ ശക്തമായതോടെ സ്വകാര്യ ബോട്ട് ജെട്ടിക്ക് സമീപത്തുള്ള കുഴിയിൽ പൂർണ്ണമായും വെള്ളം നിറഞ്ഞു. നടപടി വേണമെന്ന് നാട്ടുകാർ. പരവൂർ കാപ്പിൽ ബീച്ചിൽ സന്ദർശക തിരക്കേറിയിട്ടും സുരക്ഷയൊരുക്കുന്നില്ലെന്ന് പരാതി. ലൈഫ് ഗാർഡ്സിന്റെ സേവനവും അപൂർവമായി മാത്രമേ ലഭിക്കാറുള്ളൂവെന്ന് നാട്ടുകാർ. കോന്നി പൊന്തനാങ്കുഴി പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം. ഭീഷണിയുള്ള സ്ഥലങ്ങളിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ പട്ടികയിൽ പൊന്തനാങ്കുഴിയും. റോഡിന് താഴ്ഭാഗത്തുള്ള വീടുകളുടെ നിലനിൽപ്പും ഭീഷണിയിലാണ്. വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി പന്തളം നഗരസഭ വാങ്ങിയ ഫൈബർ വള്ളങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നില്ലെന്ന് പരാതി. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം. ഇടിമിന്നലിൽ വൈക്കം ആറാട്ടുകുളങ്ങരയിൽ വ്യാപക നാശനഷ്ടം. ഇലക്ട്രിക് ഉപകരണങ്ങൾ നശിച്ചു. പരിശോധന നടത്തി അധികൃതർ. അടിമാലി ടൗണിൽ കാൽനട യാത്രക്കാർക്കുള്ള നടപ്പാത കൈയടക്കി വാഹനങ്ങൾ. യാത്രക്കാർ ദുരിതത്തിൽ. അനധികൃത പാർക്കിങ്ങിനെതിരെ അനധികൃത നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു. മട്ടാഞ്ചേരിയിലെ പ്രധാന കനാലുകളും വലിയ കാനകളും ചെളിയും മാലിന്യവും പായലും നിറഞ്ഞ് ദുരിതസ്ഥിതിയിൽ. ശുചീകരണത്തിനായി അനുവദിച്ചിരിക്കുന്ന 8 ലക്ഷം രൂപ ചെറിയ കാനകളുടെ ശുചീകരണത്തിന് പോലും തികയുന്നില്ലെന്ന് പരാതി. ഉള്ളൂർ ബിനുവിന്റെ സാക്ഷി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. പ്രശസ്ത കവി ഗിരീഷ് പുലിയൂരാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. അധ്യാപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ JR ജിനേഷ് ശേഖർ പ്രകാശനം നിർവഹിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിൽ പാർശ്വഭിത്തി നിർമ്മിക്കുന്നതിനിടെ പൈപ്പ് പൊട്ടി ജലവിതരണം മുടങ്ങി. കോട്ടപ്പുറം പാളത്തിന് സമീപവും ചാലക്കുളം ഭാഗത്തുമാണ് പൈപ്പ് പൊട്ടിയത്. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ പലതവണയായി അരമണിക്കൂറോളം വൈദ്യുതി തടസ്സപ്പെട്ടതായി യാത്രക്കാർ. കൂടുതൽ സമയം വൈദ്യുതി തടസ്സപ്പെടുന്നതായി പരാതി. വെളിച്ചമില്ലാത്തത് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയെന്നും യാത്രക്കാർ. മഴ കനത്തതോടെ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ഒഴുക്ക് കൂടിയ സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് അധികൃതർ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പുഴയിൽ മുങ്ങി മരിച്ചത് 3 കുട്ടികൾ. നവീകരണത്തിന്റെ മറവിൽ മണ്ണാർക്കാട് ആനക്കട്ടി ചിന്നത്തടാകം റോഡിൽ കയ്യേറ്റം വ്യാപകമാകുന്നുവെന്ന് പരാതി. 30 മീറ്റർ വീതിയുള്ള റോഡ് നവീകരണം 13 മീറ്ററിലേക്ക് കുറച്ചതോടെയാണ് കയ്യേറ്റം വർദ്ധിച്ചത്.
ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്ന വടകര അടയ്ക്കാത്തെരുവിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ഗതാഗതം നിയന്ത്രിക്കാൻ ഹോംഗാർഡ്സിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഫലപ്രദമല്ലെന്ന് യാത്രക്കാർ. മലപ്പുറം എടക്കരയിൽ ആനക്കൂട്ടം തകർത്ത മതിൽ പുനർനിർമ്മിക്കുന്നതിൽ വനംവകുപ്പിന് അനാസ്ഥയെന്ന് പരാതി. കൽക്കുളം തീക്കടി കോളനി മുതൽ ചീനിക്കുന്ന് വരെയുള്ള മതിലാണ് തകർന്നത്. ദേശീയപാതയിൽ നിർമ്മാണം പൂർത്തിയായ കണ്ണൂർ മുഴപ്പിലങ്ങാട് അടിപ്പാതകളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതായി പരാതി. കാൽനട യാത്രക്കാർ ദുരിതത്തിൽ. നോക്കാം പ്രധാന അറിയിപ്പുകൾ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന 2ാം സെമസ്റ്റർ BFA പരീക്ഷയും 23 നടത്താൻ നിശ്ചയിച്ചിരുന്ന 4ാം സെമസ്റ്റർ BFA പരീക്ഷയും മാറ്റിവെച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് സീഡിറ്റ് അപേക്ഷ ക്ഷണിച്ചു. 3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കും 6 മാസത്തെ ഡിപ്ലോമ കോഴ്സുകൾക്കും ഈ മാസം 31 വരെ അപേക്ഷിക്കാം. 2024-25 അധ്യയന വർഷത്തെ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി പ്രവേശനത്തിന് ജൂൺ 5 വരെ അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യ പരീക്ഷകളോ വിജയിച്ചിരിക്കണം. തൊഴിലാളികൾ, തൊഴിലുടമകൾ, പെൻഷൻകാർ എന്നിവർക്കായുള്ള പരാതി പരിഹാര ബോധവൽക്കരണ അദാലത്ത് ഈ മാസം 27 നടക്കും. ESI കോർപ്പറേഷന്റെ അടിമാലി ബ്രാഞ്ച് ഓഫീസിൽ വച്ചായിരിക്കും അദാലത്ത്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സ്വയം തൊഴിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം. നിലമ്പൂർ താലൂക്കിൽ സ്ഥിരതാമസമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബ്രെയിലി സാക്ഷരതാ പരിപാടിയുടെ അധ്യാപക പരിശീലനം മെയ് 21, 22 തീയതികളിൽ നടക്കും. എറണാകുളം സൗത്തിലുള്ള അധ്യാപക ഭവനിൽ പരിശീലനം നടക്കും. പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി പാർട്ട് ടൈം ട്യൂട്ടറെ നിയമിക്കുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക് എന്നീ വിഷയങ്ങൾക്കാണ് ട്യൂട്ടറെ നിയമിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ ഉള്ളതിനാലും ജില്ലയിലെ ക്വാറിംഗ്, മൈനിംഗ് പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം. റെഡ് അലേർട്ട് പിൻവലിക്കുന്നതുവരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ വാർത്തകൾ. ആം ആദ്മി പാർട്ടി FCR ചട്ടം മറികടന്ന് വിദേശത്തു നിന്നും ഫണ്ട് സമാഹരിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. US, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് AAPക്ക് ഫണ്ട് ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വോട്ടെണ്ണലിന് ശേഷം കോൺഗ്രസിനെ കണ്ടെത്താൻ രാഹുലിന് മറ്റൊരു യാത്ര കൂടി നടത്തേണ്ടി വരുമെന്ന് അമിത്ഷാ. തെരഞ്ഞെടുപ്പിൽ 40 സീറ്റ് പോലും നേടാൻ പോലും കോൺഗ്രസിനാകില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അഹമ്മദാബാദിൽ നിന്നും അറസ്റ്റിലായ ISIS ഭീകരൻ BJP, RSS നേതാക്കളെ ലക്ഷ്യം വെച്ചിരുന്നതായി പോലീസ്. ഇന്ത്യയിൽ ചാവേർ ആക്രമണത്തിനാണ് പദ്ധതിയിട്ടത്. പിടിയിലായ ഒരാൾക്ക് പാകിസ്ഥാൻ വിസ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തൽ. 6ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഡൽഹിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ച് JP നഡ്ഡ. BJP സ്ഥാനാർത്ഥി ബൻസുരി സ്വരാജും റോഡ് ഷോയിൽ പങ്കെടുത്തു. ഈ മാസം 25-നാണ് 6ാം ഘട്ട തെരഞ്ഞെടുപ്പ്. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സംസ്ഥാന പദവി ലഭിച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. ഡൽഹിയിൽ നടത്തിയ റോഡ് ഷോയ്ക്കിടെയായിരുന്നു പ്രഖ്യാപനം. മലേറിയ വാക്സിന്റെ ആദ്യ സെറ്റ് ആഫ്രിക്കയിലേക്ക് കയറ്റി അയച്ച് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട 2ാമത്തെ മലേറിയ വാക്സിനാണിത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെയാണ് വാക്സിൻ നിർമ്മിച്ചത്. അന്തരിച്ച BJP നേതാവും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുശീൽ കുമാർ മോദിയുടെ വസതി സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. പശ്ചിമബംഗാൾ മേദിനിപൂർ SP-യെ തൽസ്ഥാനത്ത് നിന്നും നീക്കി ഇലക്ഷൻ കമ്മീഷൻ. നടപടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തസ്തികയിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി. പാർട്ടി പ്രകടന പത്രിക കർഷകരുടെ ക്ഷേമത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നുവെന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ്. കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇത് നടപ്പാക്കുമെന്നും പ്രഖ്യാപനം. മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. നിങ്ങൾ പശ്ചിമബംഗാളിനോട് എന്താണ് ചെയ്തത്? ജനങ്ങളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ. ഇനി രാജ്യാന്തര വാർത്തകൾ.
അലി ബാഗേരിയെ ഇറാന്റെ പുതിയ ആക്ടിംഗ് വിദേശകാര്യമന്ത്രിയായി നിയമിച്ചു. വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ICCയുടെ അറസ്റ്റ് വാറണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടി ഗസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ. ഹമാസ് നേതാവ് യഹ്യ സിൻവാർ അടക്കം 3 നേതാക്കൾക്കും അറസ്റ്റ് വാറണ്ടുണ്ട്. പാർലമെന്റിൽ വിശ്വാസ വോട്ട് നേടി നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹാൽ പ്രചണ്ഡ. 275 അംഗ ബലമുള്ള ജനപ്രതിനിധി സഭയിൽ 157 വോട്ട് നേടി. വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് പ്രധാന പ്രതിപക്ഷമായ നേപ്പാളി കോൺഗ്രസ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ICCയുടെ അറസ്റ്റ് വാറണ്ടിനെ അപലപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ICC പ്രോസിക്യൂട്ടറുടെ അപേക്ഷ അതിരുകടന്നതാണെന്ന് ബൈഡൻ. ന്യൂ കാലഡോണിയ വിമാനത്താവളം അടച്ചു. റോഡ് ഉപരോധം തുടരുമെന്ന് ഫ്രാൻസിലെ സ്വതന്ത്ര അനുകൂല സംഘടന. തെരുവുകൾ താരതമ്യേന ശാന്തമാണെന്ന് ഫ്രഞ്ച് ഹൈക്കമ്മീഷൻ. ബാൾട്ടിമോർ പാളത്തിലിടിച്ച ചരക്ക് കപ്പൽ തുറമുഖത്തേക്ക് നീക്കി. 2 മാസം മുൻപാണ് അപകടമുണ്ടായത്. കോസ്റ്റ് ഗാർഡ്, US ആർമി എന്നിവരുടെ സഹായത്തോടെയാണ് കപ്പൽ നീക്കിയത്. രണ്ടാമത് അന്താരാഷ്ട്ര റോളർ നെറ്റഡ് ബോൾ ചാമ്പ്യന്മാരായി ശ്രീലങ്ക. ഇന്ത്യക്ക് 2ാം സ്ഥാനം. UAE, നേപ്പാൾ, മ്യാൻമർ, മാലദ്വീപ് എന്നീ രാജ്യങ്ങൾ പങ്കെടുത്തു. ഇന്തോനേഷ്യൻ അഗ്നിപർവ്വതം വീണ്ടും പൊട്ടിത്തെറിച്ചു. ഹൽമഹേര ദ്വീപിലെ ഇബു അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. പ്രദേശത്തിന് ചുറ്റുമുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അറിയിപ്പ്. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിന് US-ലേക്കുള്ള നാടുകടത്തലിനെതിരെ അപ്പീൽ നൽകാമെന്ന് ലണ്ടൻ കോടതി. നാടുകടത്തലിൽ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ അസാഞ്ചിന് അവകാശമുണ്ടെന്നും കോടതി. റാലിക്കിടെ ആക്രമണവും നാശനഷ്ടവും വരുത്തിയെന്ന 2 കേസുകളിൽ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും നേതാക്കളെയും കോടതി വെറുതെ വിട്ടു. ഇസ്ലാമാബാദ് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. പോക്കോ F6 സീരീസിനൊപ്പം പോക്കോ പാഡിന്റെ ലോഞ്ച് ഈ മാസം 23-ന്. പോക്കോ പാഡ് റീബ്രാൻഡഡ് റെഡ്മി പാഡ് പ്രോ ആയിരിക്കുമെന്ന് സൂചന. ഷവോമിയുടെ പുതിയ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് ഉടനെന്ന സൂചന. പുതിയ സ്മാർട്ട് ഫോണിന്റെ കൂടുതൽ വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. പുതിയ മോഡൽ മികച്ച ഓൾറൗണ്ടർ ആയിരിക്കുമെന്ന് ഷിയോമി ഇന്ത്യ CM അനൂജ് ശർമ്മ. സ്പോർട്സ് ന്യൂസ്. IPL-ലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. ക്വാളിഫയർ 1-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സ്റ്റീഫൻ ഫ്ലമിംഗ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലനായേക്കുമെന്ന വാർത്ത തള്ളി ചെന്നൈ സൂപ്പർ കിങ്സ്. ഫ്ലമിംഗ് ടീം മാനേജ്മെന്റുമായി ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും ഇപ്പോൾ പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമെന്നും CEO കാശി വിശ്വനാഥൻ. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ പരിമിത ഓവർ പരിശീലകനായി ഗാരി കേസ്റ്റൻ ചുമതലയേറ്റു. ഗാരിയുടെ ആദ്യ ദൗത്യം ഇംഗ്ലണ്ടിനെതിരായ പരമ്പര. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ദെമിത്രിയോസ് ഡയമന്തക്കോസ് മുംബൈ സിറ്റി FCയിലേക്കെന്ന സൂചന. 2 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ. കരീം ബെൻസേമ സൗദി പ്രോ ലീഗ് വിട്ടേക്കും. സീസണിലെ മോശം പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അൽ ഇത്തിഹാദ് താരത്തിന്റെ തീരുമാനം. ബാഴ്സലോണ താരം അരാഹോയെ സ്വന്തമാക്കാൻ ആസ്റ്റൺ വില്ല. ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയതോടെയാണ് ഇംഗ്ലീഷ് ക്ലബിന്റെ നീക്കം. കോപ്പ അമേരിക്കയ്ക്കായുള്ള ടീമിനെ പ്രഖ്യാപിച്ച് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. 29 അംഗ സ്ക്വാഡിനെ ലിയോണൽ മെസ്സി നയിക്കും. ഡിബാലയെ തഴഞ്ഞ് മാനേജ്മെന്റ്. ആർനെ സ്ലോട്ട് ലിവർപൂളിന്റെ പുതിയ പരിശീലകൻ. യോഗൻ ക്ലോപ്പിന് പകരമാണ് നിയമനം. IPL-ൽ ജോസ് ബട്ട്ലറുടെ അസാന്നിധ്യം രാജസ്ഥാൻ റോയൽസിനെ ബാധിക്കുന്നുണ്ടെന്ന് മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം മൈക്കിൾ വോൺ. ഇംഗ്ലീഷ് താരത്തിന്റെ അഭാവം രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് പ്രകടനത്തിൽ നിർണായകമാകുമെന്നും മൈക്കിൾ വോൺ. ഇനി നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ.
രജനീകാന്തിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ പടയപ്പ വീണ്ടും റിലീസ് ചെയ്യുന്നു. റീ റിലീസിൽ റെക്കോർഡ് വിജയം നേടിയ വിജയ് ചിത്രം ഗില്ലിയെ മറികടക്കുമോ എന്ന് ഉറ്റുനോക്കി ആരാധകർ. ആനന്ദ് ദേവരക്കൊണ്ട നായകനായി എത്തുന്ന ചിത്രം ഗം ഗം ഗണേഷയുടെ ട്രെയിലർ പുറത്ത്. ഉദയ് ബൊമ്മിസെട്ടിയാണ് സംവിധാനം. കോമിക് ത്രില്ലറായാണ് ചിത്രം എത്തുന്നത്. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ലിറ്റിൽ ഹാർട്ട്സ് എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക്. ജൂൺ 7 ചിത്രം തിയേറ്ററുകളിലെത്തും. RDXന് ശേഷം ഷെയ്ൻ മഹിമ താരജോഡികൾ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ലിറ്റിൽ ഹാർട്ട്സ്. വൈറൽ ട്രെൻഡ്സ്. ബൈക്കിൽ കറങ്ങുന്ന MS ധോണിയുടെ വീഡിയോ വൈറൽ. ധോണിയുടെ ജന്മനാടായ റാഞ്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗം. സ്വപ്നം കാണാൻ പ്രായം ഒരു തടസ്സമേ അല്ല. അത്തരത്തിൽ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഫാക്ട് ചെക്ക്. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പന്തൽ കർഷകർ തകർത്തു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. BJPയുടെ ജനദ്രോഹ പ്രവർത്തനങ്ങൾ എക്കാലവും ജനങ്ങൾ പൊറുക്കില്ലെന്ന് ഓർത്താൽ നല്ലതെന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. മനോഹർലാൽ ഖട്ടർ ഹരിയാന മുഖ്യമന്ത്രിയായിരിക്കെ 2021 സംഘടിപ്പിച്ച കിസാൻ മഹാപഞ്ചായത്ത് എന്ന പരിപാടിയുടെ വേദി കർഷകർ തകർത്തിരുന്നു. അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ഉത്തരാഖണ്ഡ് ഹരിദ്വാറിലെ ഫാക്ടറിയിൽ തീപിടുത്തം. ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. തെലങ്കാനയിൽ കൈക്കൂലി കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ പിടികൂടി അഴിമതി വിരുദ്ധ ബ്യൂറോ. അറസ്റ്റിലായത് 3 സർക്കാർ ഉദ്യോഗസ്ഥർ. ഗുരുഗ്രാമിൽ ലിവിൻ പങ്കാളിയെ കൊലപ്പെടുത്തി യുവതി. പങ്കാളിയെ കൊലപ്പെടുത്തിയത് സഹോദരന്റെ സഹായത്തോടെ. തമിഴ്നാട്ടിൽ ബസ് ബൈക്കിലിടിച്ച് അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രികർക്ക് പരിക്ക്. ബസ് നിർത്താതെ പോയി. ഡൽഹിയിൽ ഓസ്ട്രേലിയൻ യുവതിക്ക് നേരെ പീഡനം. പ്രതി അറസ്റ്റിൽ. പ്രതി യുവതിയെ പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ വഴി. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ നോക്കാം. ഗസയിൽ നിന്ന് ഇതുവരെ 9 ലക്ഷം പേർ പലായനം ചെയ്തതായി വിവരം. മരണസംഖ്യ 35,562. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് US ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ. അനുശോചനം അറിയിക്കാതെ അസാധാരണമായ മൗനം പാലിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. റൈസിയുടെ കൈകളിൽ ധാരാളം രക്തം പുരണ്ടിട്ടുണ്ടെന്ന് അമേരിക്കൻ വൈറ്റ് ഹൗസ്. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഇനി പ്രഭാത വാർത്തയുമായി ക്രിസ്ത്യാ ചെറിയൻ ചേരും. നമസ്കാരം.